ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കേ സൺഡേ അല്ലേ, നമുക്ക് പെട്ടെന്ന് ഒരു പരിപ്പും പാലക്കും കൂടെ ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ അതാ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ വിഭവം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾ. അപ്പം അത് പരിപ്പിട്ടു. ഞാൻ അതിലേക്ക് ഇതാ പച്ചമുളക്, ഒരു 3 പച്ചമുളക് 4 പച്ചമുളക് ഉണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാമേ. ഒരു തക്കാളി, മീഡിയം ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാമേ. നമുക്കതിലേക്ക് ഇതാ കുറച്ച് സവാള അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഞാൻ സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് സ്റ്റോക്ക് വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ വാരിക്കൊണ്ട് വരും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിതാ നമ്മുടെ പാലക്കും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുത്ത് പാലക്ക് കേട്ടോ. ഇത് രസമാണ് കാണാനല്ലേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് വരാം, ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതാ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ. പരിപ്പാണ് വെന്ത് കഴിയുമ്പോൾ കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. ഒരു കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം, ഗ്യാസിലേക്ക്. ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. നമുക്കിതാ വെച്ച് കൊടുക്കാമേ. അങ്ങനെ ഞാൻ ഇതാ ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുത്തു. ഒരു വിസിലടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണിച്ചു. ഇവിടെ കുക്കർ ഒരു വിസിലടിച്ച് സാധനം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാം, ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം. നമ്മുടെ കറി റെഡി ആയതാ, നമ്മൾ വാങ്ങി വെച്ച് കേട്ടോ. ഇനി നമുക്കൊന്ന് കടുക് താളിക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി മൂക്കണ്ട, ഇപ്പം തന്നെ വാങ്ങും. ഒരു ശകല മുളക് പൊടി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചീന്ന് സൗണ്ട് കേൾക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഒരുപാട് മൂക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അത് മൂക്കണ്ട, എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. 5 മിനിറ്റ് കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പും പാലക്കും കറി ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.